ഓൾ ഇന്ത്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹോഫ്ബോർ സെൽ ആർ സീൻ ഇൻ ഓപ്ഷൻസ് ലിവർ, പ്ലാസൻഡ, സ്റ്റൊമക്, കിഡ്നി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്ലാസൻഡ. അതായത് ഹോഫ്ബോർ സെല്ല് പ്ലാസൻഡയിലാണ് കാണുന്നത്. മെയിൻലി പ്ലാസൻഡയുടെ സ്ട്രോമൽ ടിഷ്യൂസിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് പ്രഗ്നൻസി അതിൻ്റെ ഫുൾ ടേമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ സെൽസിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇത് പ്ലാസൻഡയുടെ സ്ട്രോമൽ ടിഷ്യൂസിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അതിന് ഫാഗോസൈറ്റിക് ഫംഗ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. പ്ലാസൻഡയിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽസാണ് ഹോഫ്ബോർ സെൽസ്. അത് പ്രഗ്നൻസി അതിൻ്റെ ഫുൾ ടേമിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു നമ്പർ ഓഫ് ഹോഫ്ബോർ സെൽസ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അത് ഫാഗോസൈറ്റിക് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അത് സ്ട്രോമൽ ടിഷ്യൂ ഓഫ് പ്ലാസൻഡയിലാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യം തന്നെ കപ്ഫർ സെൽസ്. കപ്ഫർ സെൽസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് സെൽസ് ആണ് കപ്ഫർ സെൽസ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോഗ്ലിയ. മൈക്രോഗ്ലിയ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് സെൽസിനെയാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. ഈ തേർഡ് വൺ ഗിറ്റർ സെൽസ് ആണ്. ഗിറ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് മാക്രോഫേജസ് ആണ് ഗിറ്റർ സെൽസ്. ഇനി തൈമസിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെല്ലാണ് ഹേസൽസ് കോർപ്പസൽസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്പേസ് ഓഫ് ഡിസ് ഈസ് സീൻ ഇൻ. സ്പേസ് ഓഫ് ഡിസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻസ് സ്പ്ലീൻ, ലിംഫ് നോഡ്, ലിവർ, ബോണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ലിവർ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സ്പേസ് ഓഫ് ഡിസ്. സ്പേസ് ഓഫ് ഡിസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിവറിൽ കാണപ്പെടുന്ന സൈനസോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ട് ഫെനിസ്ട്രേറ്റഡ് ആയിട്ടുള്ള എൻഡോത്തീലിയൽ സെൽസാണ് കാണപ്പെടുന്നത്. അപ്പോൾ താഴെ സൈനസോയിഡ്സിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈനസോയിഡ്സിനെ ലൈൻ ചെയ്തിരിക്കുന്നത് എൻഡോത്തീലിയൽ സെൽസ് ആണ്. ആ എൻഡോത്തീലിയൽ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫെനിസ്ട്രേറ്റഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതായത് ഫെനിസ്ട്രേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പോറസ് ആയിട്ടുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ്. ഇനി അത് കവർ ചെയ്യാത്തൊരു ഭാഗമാണ് സ്പേസ് ഓഫ് ഡിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പേസ് ഓഫ് ഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റോസൈറ്റ്സിൽ നിന്നുള്ള മൈക്രോവില്ലയുടെ പ്രൊജക്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ആ മൈക്രോവില്ലയെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത് സ്പേസ് ഓഫ് ഡിസിലേക്കാണ്. ഇതാണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവുന്ന പോയിന്റ്. ഹെപ്പറ്റോസെൽസിൽ നിന്നുള്ള മൈക്രോവില്ലയെ പ്രൊട്രൂഡ് ചെയ്യുന്നത് സ്പേസ് ഓഫ് ഡിസിലേക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, സ്പേസ് ഓഫ് ഡിസ് കാണുന്നത് ലിവറിലാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഇൻ ദ നെക്ക്. നെക്കിലെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിക്ക് എത്ര ബ്രാഞ്ചസ് ആണ് കാണുന്നത്? അപ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു ടെർമിനൽ ബ്രാഞ്ച് ആണ്. ഇനി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയെ തന്നെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതായത് സെർവൈക്കൽ പാർട്ട്, പെട്രസ് പാർട്ട്, ക്യാവർനസ് പാർട്ട് ആൻഡ് സെറിബ്രൽ പാർട്ട് എന്നിങ്ങനെ 4 പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ 4 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെർവൈക്കൽ പാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. സെർവൈക്കൽ പാർട്ട് എന്ന് പറയുമ്പം നെക്കിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെർവൈക്കൽ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിക്ക് ബ്രാഞ്ചസ് ഒന്നും തന്നെ കാണുന്നില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പം നോ ബ്രാഞ്ചസ്. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സെർവൈക്കൽ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിക്ക് ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, പ്രോസ്റ്റേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഓപ്ഷൻസ് മസ്കുലാർ സ്ട്രോമ, ഫൈബ്രോ മസ്കുലാർ സ്ട്രോമ, സർക്കുലാർ ഫൈബർ, ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് സർക്കുലാർ ഫൈബർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫൈബ്രോ മസ്കുലാർ സ്ട്രോമ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഫൈബ്രോ മസ്കുലാർ സ്ട്രോമയിലാണ് അതിൻ്റെ ഗ്ലാൻഡുലാർ എലമെൻറ്റ്സ് എല്ലാം എംബഡ് ചെയ്ത് കാണപ്പെടുന്നത്. ഫൈബ്രോ മസ്കുലാർ സ്ട്രോമയിലാണ് ഗ്ലാൻഡുലാർ എലമെൻറ്റ്സ് എംബഡ് ചെയ്ത് കാണുന്നത്. ഇനി പ്രോസ്റ്റേറ്റിനെ പറ്റി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ഇവിടെ മനസ്സിലാക്കാം. അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. 8 ഗ്രാംസ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് 5 ലോബുകളാണ് കാണുന്നത്. അതായത് ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, മീഡിയൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ എന്നിങ്ങനെ 5 ലോബ്സ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് കാണുന്നത്. ഇനി കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ ലോബിലാണ്.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക, പോസ്റ്റീരിയർ ലോബിലാണ് കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് ബിഗിൻ ചെയ്യുന്നത്. ഇനി ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ്, അതായത് അഡിനോമ, അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മീഡിയൻ ലോബിലാണ്. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. CA പ്രോസ്റ്റേറ്റ് ബിഗിൻ ചെയ്യുന്നത് പോസ്റ്റീരിയർ ലോബിലാണെങ്കിൽ ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് അഥവാ BHP ഉണ്ടാവുന്നത് മീഡിയൻ ലോബിലാണ്. ഇനി നമ്മൾ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? പെർ റെക്ടൽ ഡിജിറ്റൽ എക്സാമിനേഷൻ വഴിയാണ് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഡയഗ്നോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, പ്രോസ്റ്റാറ്റിക് പാർട്ട് ഓഫ് യുറേത്രയാണ് നമ്മുടെ ഏറ്റവും വൈഡസ്റ്റ് ആയതും അതുപോലെ ഏറ്റവും ഡൈലേറ്റബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള പാർട്ട് ഓഫ് മെയിൽ യുറേത്ര. അപ്പം മെയിൽ യുറേത്രയുടെ ഏറ്റവും വൈഡസ്റ്റ് ആയതും ഏറ്റവും ഡൈലേറ്റബിൾ ആയിട്ടും ഉള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റാറ്റിക് പാർട്ട് ഓഫ് യുറേത്രയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ട്യൂമർ മാർക്കർ, അതായത് പ്രോസ്റ്റാറ്റിക് ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അഥവാ PSA എന്ന് പറയുന്നതാണ് ഗുഡ് പ്രോസ്റ്റാറ്റിക് ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത്. അത് 4 നാനോഗ്രാം പെർ ml ആണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു പോസിറ്റീവ് ഇൻഡിക്കേറ്ററും കൂടിയാണ്. ഇത്രയും പോയിൻറ്റ്സ് നമ്മളിവിടെ എക്സ്ട്രാ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫൈബ്രോ മസ്കുലാർ സ്ട്രോമ കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 5, ഡിയോഡിനം ഈസ് ഡെവലപ്ഡ് ഫ്രം ഓപ്ഷൻസ് ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്, ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനവും അതുപോലെ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം അപ് ടു ദ ഓപ്പണിംഗ് ഓഫ് കോമൺ ബൈൽ ഡക്റ്റ്. അപ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക, ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനവും അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം അപ് ടു ദ ഓപ്പണിംഗ് ഓഫ് കോമൺ ബൈൽ ഡക്റ്റ്. CBD അഥവാ കോമൺ ബൈൽ ഡക്റ്റിൻ്റെ ഓപ്പണിംഗ് വരെയുള്ള സെക്കൻഡ് പാർട്ടും അതുപോലെ ഫസ്റ്റ് പാർട്ടും കൂടെ ചേർന്നിരിക്കുന്ന അത്രയും പാർട്ട് ഓഫ് ഡിയോഡിനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫോർഗട്ടിൽ നിന്നാണ്. ഇനി ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ D പറഞ്ഞേക്കുന്നത് ബോത്ത് ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്.